ഞാൻ ലിഷോയിലേക്കും പ്രദീപിലേക്കും മടങ്ങി വരാം. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ മുന്നിൽ ഹർജികൾ ഉണ്ടായിരുന്നു. ആനപ്രേമികളുടെ ഹർജി പരിഗണിച്ചാണ് ഇത്രയും കർശനമായൊരു നിർദ്ദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളിലേക്ക് ഹൈക്കോടതി വന്നത്. വിവേക് നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഒരു ആനപ്രേമിയാണ് വിവേക്. പല വിഷയങ്ങളിൽ വിവേക് ഇടപെട്ട്, അരിക്കൊമ്പനടക്കമുള്ള വിഷയങ്ങളിൽ വിവേക് ഇടപെട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ മാർഗനിർദ്ദേശങ്ങൾ, അതിൽ താങ്കൾക്ക് താങ്കളുടെ സംഘടനയ്ക്ക് എല്ലാം തൃപ്തിയുണ്ടോ? നിർദ്ദേശങ്ങൾ അതിന്റെ ഡ്രാഫ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഇനി അത് കോടതി 17th ഹിയർ ചെയ്തിട്ടാണ് അതിനൊരു ഫൈനൽ രൂപം ഉണ്ടാകുന്നുണ്ടാവുന്നത്. ഇപ്പോ വൈൽഡ് ലൈഫ് വാർഡന്റെ ഡയറക്ഷൻസ് ആണ് വന്നിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിലൊരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതായത് പ്രോപ്പർ ഫിറ്റ്നസ് ഉള്ള ആനകളെ മാത്രമേ എഴുന്നള്ളിപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു നിർദ്ദേശം. അത് നിർബന്ധമായിട്ടും പാലിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. കേരളത്തിലുള്ള ഒരു പൂരങ്ങളിലും ഫിറ്റ്നസ് ഉള്ള ആനകളെല്ലാം വരുന്നത്. എല്ലാ ആനകൾക്കും പല ശരീരഭാഗങ്ങളിലും മുറിവുകളും തുമ്പി തളർന്നതും കാലൊടിഞ്ഞതുമായിട്ടുള്ള ഒരുപാട് ആനകൾ, കാല് വളഞ്ഞത്, അങ്ങനെ പല രീതിയിലുള്ള ഫിറ്റ്നസ് പ്രോബ്ലങ്ങളുള്ള ആനകളെയാണ് ഫേക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്സ് രജിസ്റ്റേർഡ് വെറ്റിനറി പ്രാക്ടീഷണേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് അവരെ പരേഡ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രവണത നമ്മൾ പല രീതിയിലുള്ളത് വിത്ത് എവിഡൻസ് നമ്മൾ കോടതിയും അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് വാർഡനെയും ഇതിന്റെ സാഹചര്യം നമുക്ക് വൈൽഡ് ലൈഫ് ഈ ആന ഉടമകളും അതോടൊപ്പം തന്നെ ഈ മറ്റു പൂരങ്ങൾ നടന്നപ്പോൾ ഇത്രയും ഒരു കർശനമായ നിലപാട് സ്വീകരിച്ചിരുന്നില്ല. ആ പൂരങ്ങൾക്കൊന്നും അല്ലാത്ത വലിയ രീതിയിലുള്ള കർശനമായ നിയന്ത്രണങ്ങൾ എന്തുകൊണ്ട് തൃശ്ശൂർ പൂരത്തിന് എന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ ഉത്തരം അവര് തന്നെയാണ് പറയുന്നത്. അതായത് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് പൂരങ്ങളുടെ പൂരം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ പൂരങ്ങളുടെ പൂരം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പൂരമാണെന്ന് അവര് തന്നെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ ഏറ്റവും വലിയ പൂരമാണെങ്കിൽ ഏറ്റവും വലിയ രീതിയിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും ഏറ്റവും വളരെ നല്ല രീതിയിൽ നടക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ആ തൃശ്ശൂർ പൂരത്തിന് കുടമാറ്റം നടക്കുന്ന സമയത്ത് ഫിറ്റ്നസ് അല്ലാത്ത ഒരു ആന വന്ന് അവിടെ ഇടഞ്ഞോടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഇവരെങ്ങനെ വിലയിരുത്തും? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ വൈൽഡ് ലൈഫ് വാർഡന് അതിന് ഉത്തരം പറയാൻ സാധിക്കും. വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാത്തിന്റെയും ഫൈനൽ അതോറിറ്റിയാണ്. അപ്പൊ അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരു ഉത്സവം പോലെയല്ല തൃശ്ശൂർ പൂരത്തിനെ നമ്മൾ നോക്കി കാണുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് അവിടെ ഇത്രയും ആനകൾ, 15 ആനകൾ അപ്പുറത്തും 15 ആനകൾ ഇപ്പുറത്തും പല രീതിയിലുള്ള വേറെ ചെറുപൂരങ്ങൾ വരിക, ഒരുപോലെ കേരളത്തിന്റെയും അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പുറത്തുനിന്നുള്ള ആളുകൾ വരുന്ന ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് അവിടെ വരുന്ന എല്ലാ ആനിമൽസും ഫിറ്റ് ആയിരിക്കണം എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. ശരിക്കും സംഘാടകരുടെ ആവശ്യമാണ്. അവിടെ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ 19 നിർദ്ദേശങ്ങളുണ്ട്. എണ്ണമിട്ട നിർദ്ദേശങ്ങളിൽ ഒന്നിൽ ഈ ആനകളുടെ ഈ പങ്കെടുക്കുന്ന എഴുന്നള്ളിപ്പിന് എത്തിക്കുന്ന ആനകളുടെ ഹിസ്റ്ററി കൂടി, അതായത് മനുഷ്യരെ ഉപദ്രവിച്ച ആ ഹിസ്റ്ററി ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കണമെന്ന് അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് താങ്കൾ പറഞ്ഞതുപോലെ ഡ്രാഫ്റ്റ് ആണെങ്കിലും ആ ഒരു നിർദ്ദേശം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള തെച്ചുകോട്ടുകാവ് രാമചന്ദ്രൻ പങ്കെടുക്കാൻ കഴിയുമോ എന്ന് വലിയൊരു ആശങ്ക കൂടി ഇപ്പോൾ പൂരപ്രേമികൾ പങ്കുവെക്കുന്നുണ്ട്. രാമന് പങ്കെടുക്കാൻ കഴിയില്ല. കാരണം രാമൻ എന്ന് പറയുന്നത് ഫുള്ളി ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ആനയാണ്. പിന്നെ പോരാത്തതിന് അതൊരു സീനിയർ എലിഫന്റ് ആണ്. മോർ ദാൻ 55-60 അവരുടെ റേഞ്ച്. എലിഫന്റിന്റെ ഏജ് ഇവിടെ പ്രഡിക്ട് ചെയ്യുന്നതെല്ലാം ഫേക്ക് ആയതുകൊണ്ട് അതിന് ഏജ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ലെങ്കിൽ അതൊരു സീനിയർ എലിഫന്റ് ആണ്, ഫുള്ളി ബ്ലൈൻഡും ആണ്. ആ ഒരു എലിഫന്റിന് ഫിറ്റ്നസ് കൊടുക്കാൻ ധൈര്യമുള്ള ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഫിറ്റ്നസ് കൊടുത്ത് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കി കോടതിക്ക് അത് ഫിറ്റ്നസ് ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആന പരേഡ് ചെയ്യുന്നതായിരിക്കും. അല്ലാതെ ഒരു ബ്ലൈൻഡ് ആയ ഒരു ആനയും അതുപോലെ കാല് വളഞ്ഞിട്ടുള്ള ആനകള്, തുമ്പി തളർന്ന ആനകൾ, അതിനെയൊക്കെ കൊണ്ടുവന്ന് എഴുന്നള്ളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫംഗ്ഷന്റെ തന്നെ അതിന് മാറ്റി തന്നെ കുറയ്ക്കുന്ന രീതിയിലാണ് ഇവരതിനെ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഫിറ്റ് ആയിട്ടുള്ള ആനകൾ എത്ര കേരളത്തിലുണ്ടോ അത്രയും ആനകൾ വന്ന് പൂരം നടത്തട്ടെ, പൂരം അതിന്റെ നല്ല രീതിയിൽ നടക്കട്ടെ എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ എല്ലാവരും ആഗ്രഹം. ഇപ്പം ഈ ഒരു നിർദ്ദേശങ്ങളല്ലേ, ഇപ്പം ഈ CCF മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പൂരത്തെ തകർക്കാനാണ് എന്നൊക്കെയാണ് ദേവസ്വം ബോർഡൊക്കെ. ഒരിക്കലല്ല. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഇപ്പോ ഞാൻ പറയുന്നത്? നമ്മൾ ഇവിടെ ഓരോ ദിവസം നടക്കുന്ന അനിഷ്ട സംഭവങ്ങളിലൂടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ACF റെക്കോർഡ് ചെയ്യുന്നുണ്ടോ നമുക്കറിയില്ല. പക്ഷെ നമ്മളെ പോലുള്ള സംഘടനകൾ കൃത്യമായിട്ടുള്ള ഡാറ്റാബേസ് ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. ഒരാന ഇന്നലെ ഇടഞ്ഞിട്ടുണ്ടെങ്കിൽ ആന പിറ്റത്തെ ദിവസം അപ്പുറത്തെ പൂരപ്പറമ്പിൽ പോയിട്ട് ഇടയാണ്. തൃശ്ശൂർ ഇടഞ്ഞിട്ടുള്ള ഒരു ആന തൃശ്ശൂർ ACF അറിയാതെ പാലക്കാട് കൊണ്ടുവന്ന് എഴുന്നള്ളിക്കുകയാണ്. പാലക്കാട് ACF അറിയുന്നില്ല തൃശ്ശൂർ ഇടഞ്ഞ ആനയാണെന്ന്. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളത് ഇന്നലെ കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കോടതി പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഇടഞ്ഞ ആന അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് പൂരം എഴുന്നള്ളിക്കുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് നടക്കുന്നത്? അതിന് ഫിറ്റ്നസ് കൊടുക്കുന്നത് ആരാണ്? ഈ ഫിറ്റ്നസ് കൊടുക്കുന്ന ഡോക്ടർമാരാണ് ബ്ലൈൻഡ് എന്നാണ് ഇന്നലെ കോടതി പരാമർശിച്ചത്.
അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളിവിടെ ഓരോ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് ഇന്നിടഞ്ഞിട്ടുള്ള ആന പിന്നെ അപ്പുറത്ത് ജില്ലയിൽ പോയിട്ട് എഴുന്നള്ളിക്കുകയാണ്. ചില ആനകൾ പാലക്കാട് എഴുന്നള്ളിച്ചതിന് ശേഷം അന്ന് രാത്രി തന്നെ ട്രാൻസ്പോർട്ട് ചെയ്ത് പിറ്റത്തെ ദിവസം രാവിലെ എഴുന്നള്ളിച്ച് അവിടെ ഇടഞ്ഞോടി അതിനെ ക്യാപ്ചർ ബെൽറ്റ് ഇട്ട് ഇല്ലീഗലി പിടിച്ചു കൊണ്ടുപോയ സംഭവങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ആ പൂരത്തിന്റെ സംഘാടകർക്ക് തന്നെയാണ് അതിന്റെ ഒരു ഇത്. ശരി, വളരെയധികം നന്ദി വിവേക് സംസാരിച്ചതിന്. MS